മസാലയിൽ ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ പെർഫോമൻസിലേക്ക് കടക്കാം. ഒരു നിറഞ്ഞ കൈയ്യടി നൽകിക്കൊണ്ട് ലെറ്റ്സ് വെൽക്കം ഓൺ സ്റ്റേജ് ഉണ്ണികൃഷ്ണൻ കടക്കൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. എവിടെ നിന്ന് വരുന്നു? ഞാൻ കടക്കൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഗാന രചയിതാവ് കൂടിയാണ്. 100-150ഓളം ഗാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. സ്വന്തമായിട്ട് ട്യൂൺ ചെയ്ത് എഴുതിയിട്ടുണ്ട്, പാരഡികൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും പുറം ലോകം കാണാൻ കഴിഞ്ഞിട്ടില്ല. പലരും പല വാഗ്ദാനങ്ങളും തന്നിട്ടുണ്ട്. പാട്ടുകൾ ചെയ്യാൻ സഹായിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സിനിമയിലേക്ക് റെക്കമെൻഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ഒരുപാട് പേര്. അത് വെറും ഒരു വാഗ്ദാനമായിട്ട് മാത്രം ചുരുങ്ങിപ്പോയി. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ അതിലൊന്നും തളർന്നില്ല. എനിക്ക് ഇതിനെ മുന്നേറണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് ഇവിടെ വരെ എത്തി. ഒന്ന് ഞാൻ തന്നെ എഴുതി ചിട്ടപ്പെടുത്തിയ ഒരു കീർത്തനമുണ്ട് ഗണപതിയുടെ. അപ്പോൾ ആ കീർത്തനം മധുബാലകൃഷ്ണൻ ചേട്ടൻ പാടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഗണപതി ഭഗവാന്റെ ഒരു ഇതിൽ തന്നെ. വിനായകനാമം പാടുക മനസ്സേ, വിനായകനാമം പാടുക മനസ്സേ, വിനായകനാമം പാടുക മനസ്സേ. സിദ്ധിദായകൻ ബുദ്ധിവിനായകൻ, സിദ്ധിദായകൻ ബുദ്ധിവിനായകൻ, മൂഷികവാഹനൻ ഗണപതിയേ, വിനായകനാമം പാടുക മനസ്സേ. മിമിക്രി മാത്രല്ല, നന്നായിട്ട് പാട്ടും പാടും കേട്ടോ അദ്ദേഹം. ഓക്കെ, അടുത്തത് ശ്രീ അനിൽ പനച്ചൂരാൻ. അദ്ദേഹത്തിന്റെ ചോര വീണ മണ്ണിൽ നിന്നുതിർന്നു വീണ പൂമരം, ചേതനയിൽ 100 പൂക്കളായി പൊഴിക്കവേ, നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ, ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. വെരി ഗുഡ്. അടുത്തത് കോട്ടയം പ്രദീപ് ചേട്ടന്റെ വോയിസ് ആണ്. കോട്ടയം പ്രദീപ്. എന്ത് പറ്റി? ഇന്ന് രണ്ടാളും നല്ല സന്തോഷത്തിലാണല്ലോ. എന്നോട് കൂടി പറയൂ, ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ. എന്നോട് പറഞ്ഞില്ലെങ്കിലും വേണ്ട, എൻജോയ്. അടുത്തത് ബാബുരാജ് ചേട്ടന്റെ വോയിസ് ആണ്. മാഷേ, കണക്കു മാഷ്, മാഷെന്നെ പഠിപ്പിച്ച മാഷല്ലേ മാഷേ. മാഷേ, എനിക്കും കൂടെ ചേർത്തിട്ടൊരു ടിക്കറ്റ് എടുത്തേക്ക് മാഷേ. എടാ ഇവിടക്കമാണ്, എടാ നിന്നോടാണ് പറഞ്ഞത്, ഇവിടക്കമാണ്. അടുത്തത് ചെമ്പൻ വിനോദ്. ആശാൻ പറഞ്ഞ ഞാൻ അവരെ കൊണ്ടുപോകും. പക്ഷേ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ ഞാനപ്പം പറഞ്ഞു വിടും. പിന്നെ ആശാൻ എന്നോട് വിരോധം തോന്നരുത്. എന്നാ പിന്നെ അങ്ങനെ തന്നെ. ഇനി അടുത്ത സെലിബ്രിറ്റി. അടുത്തതായിട്ട് ഉദയഭാനു സാറിന്റെ വോയിസ്. അടുത്തായിട്ട് പിന്നെ മാർക്കോസ് ചേട്ടന്റെ വോയിസിലൊരു നാട്ടികളിൽ സുന്ദരി യമുന, 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 നാട്ടികളിൽ സുന്ദരി അനാർക്കലി, അനാർക്കലി. സൂപ്പർ. ഇനിയും പാട്ട് തന്നെയാണോ? അടുത്തത് ക്യാപ്റ്റൻ രാജു. വടക്കം വീട്ടിൽ എത്താൻ തോന്നി. എവിടെ പോയി? വടക്കം വീട്ടിലേക്ക് പോലീസും കളക്ടറും MLA ഒക്കെ വന്നിട്ടും വടക്കം വീട്ടിൽ വടക്ക് തെക്ക് തണ്ടു നോക്കുന്ന താൻ തോന്നിക്ക് വരാൻ സമയമായില്ല. നീ ഒറ്റയെടുത്തിയ അവർ വളം വെച്ച് കൊടുക്കുന്നത്. അവനിക്ക് വന്നോട്ടെ, അവന് ഞാൻ കാണിച്ചു കൊടുത്തേക്കാം. അടുത്തത് തിലകൻ സാറിന്റെ വോയിസ് ഒന്ന് ശ്രമിക്കുകയാണ്. അത് ലേലം സിനിമയിലെ. വേറെ ഒരു പേരെ ഇപ്പം ചെമ്പള്ളം കൊടുത്ത് പോയിട്ടില്ല. പണ്ടും വരം വിട്ടാണല്ലോ എൻ്റെ അപ്പൻ. എല്ലാ മഷിയക്കാരെ പിടിച്ചിറങ്ങിയ സാഹിബിനെ ഒരൊറ്റ വെട്ടിന് കൊന്നിട്ട് അന്നെൻ്റെ അപ്പൻ ജയിലിൽ പോകുമ്പോൾ
അങ്ങനെ കുംഭവയസ്സ്. അന്ന് തീർന്ന പിതാവേ, പള്ളിയോടും പട്ടക്കാരോടുമുള്ള എൻ്റെ ആദരവ്. എന്താ ഒരു എക്സ്പ്രഷൻ അതിന്റെ ഒപ്പം. അടുത്തത് അല്ല ഇനി എനിക്ക് ആരെങ്കിലും അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചൻ ഒരു മലയാളം പരസ്യം, അതിന്റെ മലയാളം വേർഷനാണ് പോളിയോക്കെതിരെയുള്ള. ഓക്കെ. നിങ്ങളുടെ കുട്ടികളെ പോളിയോയിൽ നിന്ന് രക്ഷിക്കൂ. നിങ്ങളുടെ കുട്ടികൾക്ക് പോളിയോ വാക്സിനേഷൻ കൊടുക്കൂ. അവരുടെ ജീവിതം നിങ്ങളുടെ കയ്യിൽ ഭദ്രമായി സൂക്ഷിക്കൂ. ജാഹോ ഗ്രാഹ് ജാഹോ. കറക്റ്റ് ആയിരുന്നു അത്. അടുത്തതായിട്ട് നമ്മുടെ സലീം ഘോഷ്, വേദനായകം എന്ന ക്യാരക്ടർ ചെയ്ത സലീം ഘോഷ്, വേട്ടക്കാരൻ എന്ന തമിഴ് ചിത്രത്തിൽ. தம்பி வீரகுணா இவ வந்து ஒரு சீக்கிரம் அந்த சீக்கிரம் ஆரம்பிச்சு இன்னைக்கு இங்க பார்க்குற ஒவ்வொரு பிள்ளையும் என்னுடையதான். எல்லாமே மிரட்டு வாங்கினதா நான் தான் பட்ட வச்சேன். இன்னைக்கு ஒரு ஷாப்பிங் காம்ப்ளெக்ஸ் கட்டுவா, நாளைக்கு என்னை விட பெரியவன்னு சொல்வா. தம்பி, நான் என்னை பற்றி கவலைப்பட மாட்டேன், நாளை பற்றி யோசிக்கிறேன். വെരി ഗുഡ്. അപ്പോൾ എന്താണെങ്കിലും താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തു ഈ ഒരു വേദിയിൽ വന്നിട്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. അങ്ങനെ നമ്മൾ കോമഡി മസാലയിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള സെഷൻ ഗെയിം സോണിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ 2 ടീം ക്യാപ്റ്റൻസും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അല്ലേ, ഒന്ന് മത്സരിച്ച് ജയിക്കണം ആരാണെന്ന് നമുക്ക് എന്താണെങ്കിലും നോക്കാം. അപ്പൊ ഫ്രണ്ടിൽ കുറെ നേരമായിട്ട് നമ്മൾ കാണുന്ന ഒരു സാധനമുണ്ട്. ഇതെന്താണിത്? റവ. ഓക്കെ, അപ്പൊ റവയും കാണാം, ഇവിടെ കുറച്ച് കുപ്പിയും കാണാം. നമുക്കിവിടെ ഗെയിം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കുപ്പിയിൽ നമ്മൾ റവ നിറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 3 കുപ്പിയും ഇവിടെ ഫസ്റ്റ് നിറച്ചു വെക്കുന്ന ആൾക്കാർക്ക് നമ്മളിവിടെ സമ്മാനം കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓഡിയൻസിൽ നിന്ന് 2 പേരെ വേണം, ഓടി ചാടി വരുന്ന 2 പേര്. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. പേര് വസന്ത വിക്രമൻ. ഓക്കെ, അക്രമിയാവരുത്. ഇല്ല, വിക്രമന്റെ വേദാളാണ്. സമാധാനത്തിൽ കളിക്കണം. ഓക്കെ, ചേച്ചി എവിടെ നിന്ന് വരുന്നു? പത്തനാപുരം, കരഞ്ഞൂര്. പത്തനാപുരം. എന്തായിരുന്നു? ഹൗസ് വൈഫാണ്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും അടുത്ത ആളിലേക്ക് നമുക്ക് പോവാം. പേര് പറയൂ. ആളെന്നെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു? എന്റെ പേര് സലീന. വേറൊരു സംഭവമുണ്ട്. വസന്ത ചേച്ചിയുടെ ഒരു വസന്ത അല്ലേ? വസന്ത വിക്രമനും സലീന മുത്തു വന്നിട്ടല്ലേ നമുക്ക്. പിന്നെ ബാലരമയിലൂടെ വിടാന്ന്. ഓക്കെ, ചേച്ചി എവിടെ നിന്ന് വരുന്നു? എന്റെ കണ്ട മുഖം കണ്ട അറിയാം റവ ഇഷ്ടമല്ല ഉണ്ടാ. കലഞ്ഞു വരുന്നു അല്ലേ, നമ്മുടെ സ്വന്തം പത്തനംതിട്ട. ഓക്കെ, ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ വീട്ടു വൈഫാണ്. ഓക്കെ, ഹൗസ് വൈഫ് ആണ്. സോ റെഡി, 1 2 3 ഗോ. വേഗം ഫാസ്റ്റ് ആയിട്ട് ഇവിടെ നിറച്ചു തുടങ്ങി. പാത്രം നിറയ്ക്കാനല്ല, കുപ്പി. വേഗം നിറച്ചു വേണ്ട. ആളുടെ ഒരു ഗൗരവം ഉണ്ടല്ലോ. ഇപ്പോഴാണ് ഗെയിമിൽ നമ്മൾ കാണുന്നത്. ചെറിയൊരു ഹോൾ ഇട്ടാൽ അങ്ങനെ ഇവിടെ ഒരു കുപ്പി നിറയാറായി. സ്പീഡില്. ഇത് കുഞ്ഞു കൈ, ഇത് വലിയ കൈയാണ് കേട്ടോ. ഇത്രയേ ഉള്ള കൈ, കുഞ്ഞു കൈയാണ്. ഇതിന്റെ 2ാമത്തെ കുപ്പി നിറയാറായി. ഒന്ന് ആദ്യം ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിത് വിൻ ചെയ്യാം. കുപ്പി നിറച്ച് ലോക്ക് ചെയ്യണം. ഇതിന്റെ ക്യാപ്പ് ഇടണം കേട്ടോ. ഇതിന്റെ ക്യാപ്പ് ഇടണം ചേച്ചി. അതിന്റെ ക്യാപ്പ് ഇടണം. അത് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യാം. അത് നിറഞ്ഞിട്ടില്ല. യെസ്, ആ ക്യാപ്പിലേക്ക് എടുത്തിട്ട് ഇതിലിടാം. ഒരു ക്യാപ്പ് കൂടി കണ്ടെത്തണം. ഒരു ക്യാപ്പ് കൂടി. അത് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യാം. യെസ്, വെരി ഗുഡ്. പെട്ടെന്ന് സ്പീഡിന്. ഏകദേശം ഒരുപോലെ എത്തിയിട്ടുണ്ട്. ചേച്ചി ഒന്നുകൂടി സ്പീഡിൽ ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, അങ്ങനെ നമ്മുടെ വാശിയേറിയ മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം നോബി ചേട്ടന്റെ ടീം. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ തോറ്റ ടീം നമ്മുടെ വിജയിച്ച ടീമിന് ഇവിടെ സമ്മാനം നൽകാണ്. അടിക്കരുത്. അത് കൊള്ളാലോ. പരിപാടി ആകുമ്പോൾ ചിലപ്പോൾ പൊളിയും, ചിലപ്പോൾ വിജയിക്കൂലേ. അതിന് കുനിച്ച് നിർത്തിച്ച് ചുടുകട്ടയ്ക്ക് നട്ടലിന് ഇടിക്കുകയാണോ വേണ്ടത്?
എന്താ പ്രശ്നം എന്താണ്? എന്റെ പൊന്നി അങ്ങ് അത് ഇപ്പോഴത്തെ ഒരു ഫാഷനായി മാറിയൊക്കെ ഇപ്പൊ മൊത്തം ഫാഷനാണല്ലോ. എന്താ ഭാഷ? നമ്മൾ പരിപാടിക്ക് ഒരു സ്ഥലത്ത് ചെല്ലുവാണ്, നോബി കേൾക്കണം. പരിപാടിക്ക് നമ്മളൊരു സ്ഥലത്ത് ചെല്ലുവാണെങ്കിൽ പരിപാടി തുടങ്ങുന്നതിന് മുമ്പല്ലേ നമുക്ക് ശമ്പളം തരണേ. അപ്പൊ നമ്മൾ അവരോട് ചെന്ന് ചോദിക്കും, ചേട്ടാ ശമ്പളത്തിന്റെ കാര്യം എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇവിടെ KS ചിത്ര വന്നിട്ടുണ്ട്, MG ശ്രീമാനുണ്ട്, യേശുദാസ് വന്നിട്ടുണ്ട്, അപ്പൊ ഇവർക്കൊക്കെ പരിപാടി കഴിഞ്ഞ പൈസ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളൊരു പതിവാ. പരിപാടി നന്നായിട്ട് കളിക്കും, കൈയടിക്കും, വിജയിക്കും, ഇതെല്ലാം കഴിഞ്ഞ് ഈ കമ്മിറ്റി, ഈ നാട്ടുകാരൊക്കെ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ 4 പേര് വന്നേച്ച് പറയും, എന്ത് പരിപാടിയായിരുന്നു അത്? ഇതിനകത്ത് കോമഡി ഉണ്ടായിരുന്നു, ഇതിനകത്ത് നായികയുടെ കോലവനാ, ഇങ്ങനെയാണ് രാജകുമാരി ഇരിക്കണേ, അതായത് ട്രാക്ക് ഗാനമേള മോശമായിരുന്നു, രാജാവിന്റെ ഡ്രസ്സ് കീറി, ഇതൊക്കെ നേരത്തെ പറയേണ്ടത്. എന്നിട്ട് നമ്മൾ കട്ടക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കട്ടക്ക് ഇടിക്കുകയും ചെയ്യും. പ്രശ്നമായോ? പിന്നെ മൊത്തം പ്രശ്നമായില്ലേ? ആണോ? അമ്മ ഇടിച്ചു, എന്നെ ഇടിച്ചു. അത് ഞാൻ വേറെ കേസ് നോക്കിട്ടെ. ഇപ്പൊ 4 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ തിരിച്ചിടിച്ചുകൂടായിരുന്നു? അവരുടെ കയ്യിൽ വാളില്ലായിരുന്നു. അവരുടെ കയ്യിൽ വാളില്ലായിരുന്നു. സുഹൃത്തെ, നിങ്ങളുടെ കയ്യിൽ വാളുണ്ടായിരുന്നല്ലോ, അത് വെച്ച് വെട്ടിക്കെടുത്തുകൂടായിരുന്നു? അത് ആയുധം ഇല്ലാത്തവന്മാരായിട്ട് പോരിന് ഇറങ്ങാൻ പാടില്ല, അതാണ് യുദ്ധ നിയമം. എന്നാ പിന്നെ അവരുടെ കയ്യിൽ ആയുധം ഇല്ല, നിങ്ങൾക്ക് ഈ വാള് കളഞ്ഞിട്ട് അവർ ഇടി കുടിക്കണമായിരുന്നു. ആദ്യം ഞാനങ്ങ് ക്ഷമിച്ചത്, ഞാൻ ക്ഷമിച്ചതാ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ, എനിക്കൊരു കൊച്ചു മോൻ ഉണ്ടായിട്ടുണ്ട്. അവൻ കണ്ണ് തുറന്ന് ഇങ്ങനെ ആളെ മനസ്സിലാക്കി വരുന്നുള്ളൂ, കണ്ണ് വിരിഞ്ഞു വരുന്നുള്ളൂ. ഈ വിരിഞ്ഞു വരുമ്പം ഇതാ മോന്റെ അച്ഛനെന്ന് കാണിക്കുന്ന ഒരാളെ വേണ്ടേ, അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടു എന്നുള്ളൂ, ക്ഷമിച്ചതാ ഞാൻ. അതറിയോ? അല്ല, സത്യത്തിൽ ഇത് എന്താണ്? നിങ്ങൾ ആരാണ് ഇപ്പോ? ഞാനോ? കേരളവർമ്മ പഴശ്ശിരാജ. നിർത്തിയേ, അങ്ങനെ പറഞ്ഞിട്ട് ഞാനല്ലേ ചിരിക്കണേ, നിങ്ങൾ എന്തിനാ ചിരിക്കണേ? അതല്ല, നിങ്ങൾ കേരളവർമ്മ പഴശ്ശിരാജ അല്ല, കേരളവർമ്മ പഴങ്ങഞ്ഞി രാജ. പഴങ്ങഞ്ഞി രാജോ? ആ വക സംസാരിക്കരുത്. സുഹൃത്തെ, നിങ്ങളൊരു കലാകാരനാണ്, നിങ്ങളുടെ യഥാർത്ഥ പേരെന്താണ്? എന്റെ യഥാർത്ഥ പേര് ജിതേന്ദ്രവർമ്മ. എന്തോ? ജിതേന്ദ്രവർമ്മ. ജാതി സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കണം കേട്ടാ. സത്യം പറയണം, നിന്റെ പേരെന്തോന്നു? ബിനു പിമ്പിരിമുടി. സത്യം പറ. അല്ല, ഞാൻ ആവശ്യത്തിന് തല്ലുകൊണ്ടോ, ഇനി എന്നെ തല്ലരുത്. തല്ലുകൊണ്ടെന്നോ? ഞാൻ അരഞ്ഞാണച്ചാടിയിൽ തൂങ്ങിച്ചാവും. ബിനു വന്നേ, ഞാൻ വീട്ടിൽ വന്നു. ഞാൻ വീട്ടിൽ വരുന്ന കണ്ട് എന്നെ കണ്ടോണ്ട് ബിനു എന്തിനാ ഇറങ്ങി ഓടിപ്പോയത്? അതെ, ഇയാളാണോ വീട്ടിലിരുന്നേ? ഞാൻ അവിടുത്തെ കമ്മിറ്റിക്കാരെ തല്ലിട്ട് കൊതി തീരാത്തോണ്ട് വീട്ടിൽ വന്ന് അടിക്കാൻ വന്നായിരുന്നു. കമ്മിറ്റിക്കാരല്ല, അല്ലെ കമ്മിറ്റിക്കാരെന്തിനാ നിങ്ങളെ തല്ലേണ്ട കാര്യം എന്താ? എന്റെ പൊന്നു ചങ്ങാതി, എനിക്കറിയാൻ പാടില്ല. ഞാൻ ഈ കേരളവർമ്മ പഴശ്ശിരാജായിട്ട് എപ്പോ വന്നാലും വേദിയിൽ വന്നാലും അപ്പൊ തന്നെ കൂക്കുവിളി, ചിരി, ബഹളം, മൊത്തം പ്രശ്നം. എന്നാതെ രാജഗുരു വന്ന പ്രശ്നമല്ല, മന്ത്രി വന്ന പ്രശ്നമല്ല, രാജ്ഞി വന്ന കുഴപ്പമില്ല. ഞാൻ കേരളവർമ്മയായിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചിരിയാ. എനിക്കറിയാൻ പാടില്ല എന്താ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്, എനിക്കറിയാൻ പാടില്ല. അല്ലാതെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറ. ഞാൻ ചോദിച്ചു, അവരോട് ഞാൻ ചോദിച്ചു, ഇതെന്തിനാണ് ഈ കേരളവർമ്മയായിട്ട് ഞാൻ വരുമ്പോ ഇങ്ങനെ കിടന്ന് ചിരിക്കാനായിരിക്കണേ, ഞാൻ തുണിയില്ലാതാണ് വന്നത് ചോദിച്ചു. അപ്പൊ അവര് പറയുവാ, കേരളവർമ്മ പഴശ്ശിരാജയ്ക്ക് എന്നാടാ മൊബൈലിൽ കോള് വന്നു തുടങ്ങിയെന്ന്. ചരിത്രം നോക്കണം. പഴശ്ശിയുടെ ചരിത്രത്തിൽ അന്ന് മൊബൈലില്ല, എങ്ങനെ മൊബൈൽ വന്നു? നിങ്ങളുടെ ബാലയിൽ എന്തിന് മൊബൈൽ വന്നു? ചെറിയൊരു അബദ്ധം പറ്റി. ഞാനിങ്ങനെ കേരളവർമ്മ പഴശ്ശിരാജയായിട്ട് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കോണ്ടാക്ട് വിളിച്ച്, കൺട്രാക്ട് വിളിച്ച്, ഫോൺ എടുക്കരുതായിരുന്നു. എടുക്കാതെ ഈ പുള്ളി എന്നെ വർത്താനേ പറഞ്ഞേ, എന്നും കുന്നും 12 മാസം ബാലയുണ്ടോ? ഈ പരിപാടി ഇല്ലാത്ത സമയത്ത് ഞാൻ കൺട്രാക്ട് പണിക്കല്ലേ പോണത്, ആ പണിക്ക് പോയിട്ടല്ലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ഇന്ന് ഞാൻ ഈ ഫോൺ എടുത്തില്ലെങ്കിൽ നാളെ എനിക്ക് പകരം ഒരു ബംഗാളി ഇങ്ങനെ പാൻപരാഗം പഠിച്ചുകൊണ്ടൊന്ന് പണിയെടുക്കേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു ബാല നിങ്ങളുടെ കണ്ടായിരുന്നല്ലോ, എന്താ ഗോൾഡൻ പാലസ്. അല്ല, ഞാൻ ഈ ബാലയ്ക്കൊക്കെ ആരും ഇംഗ്ലീഷ് പേരിടുവോ? അല്ലാതെ പൊന്നാപുരം കോട്ടാന്നായിരുന്നു, ഞാൻ ന്യൂ ജനറേഷന് വേണ്ടിയിട്ട് ഗോൾഡൻ പാലസ് ആക്കിയതാ. എന്റെ നോക്കി ബാല കാണണം. ഭയങ്കര ടെക്നിക്കാ. അതായത് രാജഗുരു വരുന്നു, സ്റ്റേജിന്റെ നടുക്ക് വരുന്നു, അപ്രത്യക്ഷമാകുന്നു. മന്ത്രി വരുന്നു, സ്റ്റേജിന്റെ നടുക്ക് വരുന്നു, അപ്രത്യക്ഷമാകുന്നു. രാജ്ഞി വരുന്നു, സ്റ്റേജിന്റെ അടുക്ക് വരുന്നു, അപ്രത്യക്ഷമാകുന്നു. എന്നോ ടെക്നിക്കായിരുന്നു, നമ്മൾ ഞെട്ടിപ്പോ. അത് എന്നെ ടെക്നിക്കായിരുന്നു. അത് ടെക്നിക്കല്ലായിരുന്നു, പിന്നെ സ്റ്റേജിന്റെ പലക ഒടിഞ്ഞ് താഴേക്ക് പോകും. എന്നുവെച്ചാൽ രാജകുമാരി വരുന്നു, താഴേക്ക് പോകുന്നു, മന്ത്രി വരുന്നു, താഴേക്ക് പോകുന്നു. ക്ലൈമാക്സ് പറയാൻ വേണ്ടി ഞാൻ വന്നു, ഞാനും താഴെ പോയി. എന്നിട്ട് എന്നാ അവിടെ അങ്ങ് ഇരുന്ന് എന്റെ കാലവിടെ ഉടക്കിപ്പോയി. പരിപാടി പൊളിഞ്ഞ് കമ്മിറ്റിക്കാരി ഇടിക്കാൻ വരുമായിരുന്നു. എനിക്ക് ശരിക്ക് കിട്ടി. അല്ല, നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും നിങ്ങളോട് ഒന്ന് പറയണ്ടായിരുന്നു ഓടിക്കോളാൻ? എന്റെ പൊന്നി അങ്ങാതി, ഞാൻ അന്ന് കഷ്ടകാലത്തിന് രാവണനായിട്ട് അഭിനയിച്ച, അതായത് ഈ സെറ്റ് കെട്ടണവൻ ഓടി വന്നിട്ട് രാവണന്റെ തലയിൽ അടി വന്നിട്ട് ഓടിക്കോളാന്ന് പറഞ്ഞു. എന്റെ ചെവിയിലല്ല പറഞ്ഞ 10 തലയ്ക്ക് അപ്പുറം. 10 തല എവിടെ വെക്കുന്നു, ഞാൻ എവിടെ വെക്കുന്നു, ഞാൻ വല്ലതും ഇത് അറിയുന്നുണ്ടോ? അവന്മാരെ വന്നിട്ട് ഈ തലയിൽ ഇങ്ങനെ പൊക്കി അങ്ങോട്ട് ഞാൻ തൂങ്ങി കിടക്കാം. ഞാനൊരു കാര്യം, എല്ലാ കലാകാരന്മാർക്കും എന്തുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ എന്താണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ മരിക്കണം എന്നുള്ള ആഗ്രഹമാണ് നിങ്ങളുടെ? എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ കലാഫീൽഡ്, എനിക്ക് കല എന്ന് പറഞ്ഞാൽ എനിക്ക് തീരാ. എനിക്ക് ഏതെങ്കിലും കഥാപാത്രം ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റേജിൽ നിന്ന് തന്നെ അങ്ങ് ചത്തു പോകണമെന്നാണ് എന്റെ ആഗ്രഹം. ഇനി ഒരു കാര്യം ചെയ്താൽ മതി, ബാലയെ പൊളിയുമ്പോൾ ഓടാതിരുന്നാൽ മതി. കമ്മറ്റിക്കാർ സ്പോട്ടിൽ തന്നെ അടിച്ചു കൊന്നോളൂ.
അങ്ങനെയുള്ളത് എനിക്ക് അഭിനയിച്ച് തകർക്കണമെന്ന്. അതിന് സ്റ്റേജല്ലേ കിടക്കുന്നത്, തകർത്തോണം. അതെങ്ങനെയാ? ഞാനിങ്ങനെ പഴശ്ശിരാജായിട്ട് വരുമ്പോഴത്തേക്കും കമ്മിറ്റിക്കാർ വന്ന് സ്റ്റേജ് തകർക്കുമല്ലേ, പിന്നെ ഞാൻ എങ്ങനെ തകർത്തഭിനയിക്കും? അതിനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവർക്ക് ഈ സംഘടനയൊക്കെ ഇല്ലേ? സംഘടന നിങ്ങൾ പരാതി കൊടുക്കണം. ഞാൻ സംഘടനയെ പരാതി കൊടുത്തു. അപ്പൊ അവരെന്നെ പറഞ്ഞു? ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ പരിപാടി സ്റ്റേജിലേക്ക് വരുമ്പോൾ തന്നെ കമ്മിറ്റിക്കാർ ഒന്ന് വിഷയമാണ്, മൊത്തം പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പൊ അവർ സങ്കീർണമായൊരു വിഷയമാണല്ലോ, അപ്പൊ ഒരു കാര്യം ചെയ്യും, ഫ്രണ്ടിലെ കർട്ടന് പകരം ഷട്ടർ ഇട്. ഞാനൊരു കാര്യം പ്രധാനമായിട്ട് പറയട്ടെ, ബിനുവിനെ പോലുള്ള കലാകാരന്മാരൊന്നും ബാലയിൽ ഒതുങ്ങി കൂടേണ്ടവരല്ല. ബാലയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് നല്ല കലാകാരന്മാരും ചരിത്ര നാടകം പഠിച്ച വലിയ വലിയ കലാകാരന്മാരൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ ഫീൽഡിൽ ഇറങ്ങാതെ വേറെ വല്ല ഫീൽഡിലോട്ട് പോകും. അതെന്തിനാണ്? അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ യൂട്യൂബിലൂടെ TV ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്, ചില 2 മിനിറ്റ് സാധനമൊക്കെ ചില ചെറിയ പിള്ളേരൊക്കെ ടപ്മാഷ് ചെയ്തിട്ട് അവർ ഭയങ്കര സൂപ്പർ സ്റ്റാറുകളാവുന്നു. ഞങ്ങൾ 2-2.5-3 മണിക്കൂർ ഡപ്മാഷ് സ്റ്റേജിൽ നിന്ന് ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങളെ അത് കറക്റ്റ് കാര്യമാണ്. 2.5 മിനിറ്റ് ഡെത്ത് മാഷ് ചെയ്തിട്ട് പിള്ളേർ പ്രശസ്തരായി സിനിമയെ വരെ അഭിനയിക്കുന്നു. ഇവരെന്തുകൊണ്ട് ഇവരെ സിനിമയിൽ അഭിനയിക്കുന്നത്? ഇവരെ കേട്ടുന്നില്ല. ഇവരെ ഡബ്ബാഷ് ചെയ്യുമോ? ഡപ്മാഷ് ചെയ്യുന്നു. പിന്നെ ഈ കാസറ്റിനകത്തിട്ട് കറക്കി ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ഡപ്മാഷനല്ലേ, അല്ലാതെ കുഞ്ഞുണ്ണി മാഷാണോ ചെയ്യണേ? ഞങ്ങൾ അത് 2.5 മണിക്കൂർ. അത് 2.5 മണിക്കൂർ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വില തരണ്ടോ? ചുടുകട്ടയും ഇടിയും മാത്രം. എന്നാലും പക്ഷെ ഞാൻ പരിപാടി കണ്ടില്ല, പുള്ളിയുടെ ബാല കണ്ടിട്ടില്ല. ഡബ്ബാഷ് എന്നാ ചെയ്യോ? ഡപ്മാഷ് ചെയ്യും. അതെങ്കിയൊന്ന് ചെയ്യാം. അതെ, എനിക്കൊരു മെക്കാട് പണിനെ കിട്ടിയ കൊള്ളാം. മെക്കാട് വേണ്ട, അല്ല, കൂടെ ഒന്ന് ഇടുകിച്ചേർന്ന് അഭിനയിക്കാൻ പാകത്തിന്. ഇത് മതിയോ? അത് മതി, ഇത് മതി. ജസ്റ്റ് ഒന്ന് ചെല്ലേ, പുള്ളി വന്നല്ലേ. പെർഫോമൻസ് കാണും പുള്ളിയുടെ. കണ്ടു കഴിഞ്ഞാൽ ഒരു തുമ്പാലോർച്ചയുടെ ലുക്കും ഉണ്ട്. വാ വാ വാ, CD. എന്തോ നടന്നത് ദിവസേനെ? ശിവക്ഷേത്രത്തിൽ സ്ത്രീകൾ ഒരു വഴിയിലൂടെ പോകാൻ പറഞ്ഞു. ആ സമയത്ത് ഇയാൾ അവരുടെ ദേഹത്ത് കൈവച്ച് തടവി. എന്റെ ശരീരത്തിലും കൈവയ്ക്കാൻ നോക്കി. അവന്റെ വിരലുകൾ വെട്ടി ഞാൻ. നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ വെട്ടി അരിയേണ്ടത് വിരലുകളല്ല, തലയാണ്. സൂപ്പർ, അടിപൊളി. ഈ വാളിനെന്നാ കന്നടവേ? എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. ആണോ? അടിപൊളിയായിരുന്നു. സൂപ്പർ ആയിരുന്നല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾ ഇത് കിടിക്ക സ്ഥിതിക്ക് ഈ സിനിമ മൊത്തം തരുവാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് ഡബ് ചെയ്യാണ് സൂപ്പറായിട്ട്. അത് പറ്റുമോ? അത് 2 മണിക്കൂർ നിന്ന് സ്റ്റേജിൽ ചെയ്യണ ആൾക്ക് ഞങ്ങൾക്ക് ഇത് വലിയ വിഷയമാണോ? അങ്ങനെ ചെയ്യാം. CD ഒന്ന് ഇടാമോ? ഞങ്ങള് നല്ല അടിപൊളിയായിട്ട് ചെയ്യും. എന്തിനാ? ഇന്നലെ തല്ലി കൊതി തീർന്നല്ലേ, ഇനി എന്തിനാ തല്ലണേ? ഇത് ഇന്നലത്തെ കമ്മിറ്റി അല്ല, നിങ്ങൾ നാളെ ബാല കളിക്കുന്നില്ലേ, അവിടുത്തെ കമ്മിറ്റിക്കാരാണ്. അതിനും ബാല പൊളിഞ്ഞിട്ടടിച്ചാ പോരെ, നാളെ അടിച്ചാ പോരെ, എന്തിനാ അവർ ഇന്ന് വന്നേ? ആ കമ്മിറ്റിയിൽ ഒരു പട്ടാളക്കാരുണ്ട്, പുള്ളി ലീവ് കഴിഞ്ഞ് കാശ്മീരിലോട്ട് പോവാ, നിന്നെ ഇടിക്കാൻ കിട്ടത്തില്ല, അതുകൊണ്ട് ഇന്നേ ഇടിച്ചിട്ട് പോകാൻ വേണ്ടി അയാൾ വരുന്നുണ്ട്. അതെ അല്ല, ഒരു കാര്യം ഞാൻ തിരിച്ചു വന്ന ജീവൻ ഉണ്ടെങ്കിൽ ബാഹുബലി 2 ഉം 1 ഉം ഒന്നിച്ച് ചെയ്തോളാം കേട്ടോ. അപ്പൊ ഓടിച്ചല്ലോ.